കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിവരിച്ചത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾക്കും സഹാബത്തുൽ കിറാമും താബിഈങ്ങളും ഉൾപ്പെടുന്ന ആദ്യ നൂറ്റാണ്ടിലെ മഹാന്മാരുടെ ഉദ്ധരണികൾക്കൊന്നും എതിരാകാത്ത രൂപത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൊതുവെ അനുവദിച്ചതോ സുന്നത്താക്കിയതോ കാര്യങ്ങളെ ഒരു പ്രത്യേക രൂപത്തിൽ നടത്തുന്നത് അനുവദനീയമാണ്. അതിന് ചില ഉദാഹരണങ്ങൾ മദ്രസ, വഴിയാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ മഹാനായ അബൂ ശാമ റഹിമഹുല്ലാ ഉദാഹരണമായി വിവരിച്ചു. അതുപോലെ നല്ല കാര്യങ്ങളിൽപ്പെട്ടതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഉപകാരപ്പെടുന്ന വിവിധ വിഷയങ്ങളിലുള്ള ഗ്രന്ഥരചനകളും ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ സ്ഥാപിക്കാൻ സഹായകരമാകുന്ന വിജ്ഞാന ശാഖകളെയും പഠിപ്പിക്കുക, ഗ്രന്ഥരചന നടത്തുക, അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സാങ്കല്പിക വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ നിയമങ്ങൾ പറയുക, പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾക്ക് വിശദീകരണ ഗ്രന്ഥങ്ങൾ രചിക്കുക, അറബികളുടെ പദ്യങ്ങളും ഗദ്യങ്ങളും പരിശോധിച്ച് അതിൽ നിന്ന് ഗ്രാമർ നിയമങ്ങൾ കണ്ടുപിടിക്കുക, ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ തുടങ്ങിയ സാഹിത്യത്തിൻ്റെ വിവിധ രംഗങ്ങളിലുള്ള ഗ്രന്ഥരചനകൾ നടത്തുക, വാക്കുകളുടെ വസ്നുകൾ വിവരിക്കുക തുടങ്ങിയ ഏതെങ്കിലും നിലക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഉപകാരപ്പെടുന്ന പരിശുദ്ധ ഖുർആനിനെയും അതിലെ വിധി വിലക്കുകളെയും മനസ്സിലാക്കാൻ സഹായകരമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങളുടെ അർത്ഥങ്ങൾ, ആശയങ്ങൾ മനസ്സിലാക്കാൻ സഹായകരമാകുന്ന എല്ലാ വിഷയങ്ങളും സംബന്ധമായ ഗ്രന്ഥരചനകളും നടത്തുക. ഈ കാര്യങ്ങളൊക്കെ വകുല്ലു ദാലിക മഅ്മൂറുൻ ബിഹി, പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കുക, ഹദീസിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയ വിഷയങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് സഹായകരമാകുന്ന വിഷയങ്ങളിലുള്ള ഗ്രന്ഥരചനകൾ നടത്തലും അതിനുള്ള പാഠ്യ പദ്ധതികൾ ഏർപ്പാടാക്കലുമൊക്കെ നല്ല കാര്യങ്ങളാണ്. മാത്രമല്ല വലാ യൽസമു മിൻ ഫിഅലിഹി മഹ്ദൂറുൻ ശർഈയ്യുൻ, ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദീനിൽ ഒരു പേടിക്കപ്പെടേണ്ട കാര്യവും ഉണ്ടായിത്തീരുന്നതുമല്ല. ഇതൊന്നും ചെയ്യാത്തവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നൊന്നും ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയില്ല. ഇതേ രൂപത്തിൽ തന്നെ ചെയ്യുന്നവൻ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണയോ അല്ലാത്തവരൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, പുറത്താണ് തുടങ്ങിയ തെറ്റായ ധാരണകളൊന്നും ഇതുകൊണ്ട് ഉണ്ടായിത്തീരുന്നതുമല്ല. അപ്പോൾ വലാ യൽസമു മിൻ ഫിഅലിഹി മഹ്ദൂറുൻ ശർഈയ്യുൻ, ശരയിൽ പേടിക്കപ്പെടേണ്ട ഒരു കാര്യവും ഇതിനാൽ ഉണ്ടായിത്തീരുന്നതല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിദ്അത്ത് ഹസനത്താകുന്നു. ഇമാം അബൂ സുലൈമാൻ ഖത്താബി റഹിമഹുല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫീ ശറഈ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടായതൊക്കെ ബിദ്അത്താണ് എന്ന നബിതങ്ങളുടെ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഹാദാ ഖാസും ഫി ബഅദിൽ ഉമൂരി, ഇത് ചില വിഷയങ്ങളിൽ മാത്രമാണ്, ദൂനബാദിൻ മറ്റ് ചില വിഷയങ്ങൾക്ക്, അഥവാ പുതുതായി ഉണ്ടായതെല്ലാം എന്ന് പറഞ്ഞതിനെ ഒറ്റയടിക്ക് നമുക്ക് മോശമായ അനാചാരമാണെന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ പുതുതായി ഉണ്ടായതെല്ലാം മോശമായതാണ്. വഹിയ, ആ മോശമായത് ഷൈഉൻ ഉഹദിസ അലാ ഗൈരി മിസാലി അസ്ലിമിൻ ഉസൂലുദ്ദീനി വഅലാ ഗൈരി ഇബാദത്തിഹി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെട്ടതാണ്. അഥവാ സഹാബത്തുൽ കിറാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടാത്ത ഒരു പുണ്യം മറ്റുള്ളവർക്ക് കിട്ടും എന്ന് തുടങ്ങിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരായ രൂപത്തിൽ നടത്തപ്പെടുന്നതാണ് മോശമായത്. അമ്മ മാ കാന മിൻഹ മബ്നിയൻ അലാ ഖവായിദിൽ ഉസൂലി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ എല്ലാം പരിഗണിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പുതിയ കാര്യങ്ങൾ മർദൂദൻ ഇലൈഹി, അതെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. ദീനുൽ ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് തന്നെയാണ് അത് എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫലൈസ ബിദ്അത്തൻ വലാ വലാലത്തൻ,
അത് വഴികേട് അല്ല, പിഴച്ച അനാചാരവും അല്ല. വല്ലാഹു ആലം. അപ്പോൾ മദ്രസ നിർമ്മിക്കുക, അതുപോലെ മതവിജ്ഞാനത്തിന്, മതപ്രബോധനത്തിന് പഴയ കാലത്ത് ഇല്ലാത്ത ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട് മതപ്രബോധനം നടത്തുക, ഇതെല്ലാം പുതിയ രൂപങ്ങളാണെങ്കിലും അതൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മുകളിൽ പറഞ്ഞ ഒരു കാര്യത്തിനും എതിരാകാത്തത് കൊണ്ടും ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിച്ച ആ നിർദ്ദേശത്തിൻ്റെ ഉള്ളിൽ പെടുന്നത് കൊണ്ടും ഇതിനെക്കുറിച്ചൊന്നും മോശമായ അനാചാരം എന്ന് പറയാൻ പറ്റില്ല.